നമസ്കാരം. രാമായണത്തിലെ താരോപദേശം എന്ന ഭാഗമാണ് പറയുന്നത്. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ കിഷ്കിന്ധയിലെ ഉപവനത്തിൽ ബാലിയുടെ കൊട്ടാരത്തിലെത്തി. ശ്രീരാമൻ കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ സുഗ്രീവൻ ബാലിയെ പോരിന് വിളിച്ചു. പെട്ടെന്ന് സുഗ്രീവന് ഈ ധൈര്യം എങ്ങനെയുണ്ടായെന്ന് ബാലി അത്ഭുതപ്പെട്ടു. ബാലി വെല്ലുവിളി ഏറ്റെടുത്തു. ഇരുവരും തമ്മിൽ വലിയ ദ്വന്ദ്വയുദ്ധം നടന്നു. ഇന്ദ്രന്റെ വരപ്രകാരം സ്വാഭാവികമായും സുഗ്രീവന്റെ പാതിശക്തി ബാലിയിൽ വന്നു ചേരുന്നു. അടികൊണ്ട് ചോര തുപ്പിയും ശ്രീരാമൻ സഹായിക്കുന്നില്ലെന്ന് കണ്ട സുഗ്രീവൻ ഓടി രക്ഷപ്പെടുന്നു. സുഗ്രീവൻ ശ്രീരാമനോട്, അല്ലയോ ശ്രീരാമ, അങ്ങയ്ക്ക് എന്നെ വധിക്കണമെന്നുണ്ടെങ്കിൽ അസ്ത്രമെയ്ത് വധിച്ചോളൂ, അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു. രണ്ടുപേരും ആകാരത്തിൽ ഒരുപോലെയാകയാൽ താൻ അനുഭവിച്ച പ്രതിസന്ധി ശ്രീരാമൻ സുഗ്രീവനോട് പറയുകയും പോംവഴിയായി ഒരു മാല കൊരുത്ത് കഴുത്തിലിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. സുഗ്രീവൻ വീണ്ടും ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. യുദ്ധത്തിന് പുറപ്പെട്ട ബാലിയെ പതിവ്രതയായ പത്നി താരാദേവി തടയുന്നുണ്ട്. താൻ അറിഞ്ഞ കാര്യങ്ങൾ പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. തളർന്നു മടങ്ങിയ സുഗ്രീവൻ ഇത്ര വേഗം തിരിച്ചു വരണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ കാര്യമുണ്ട്. അവതാരപുരുഷനായ ശ്രീരാമൻ പത്നിയെ രാവണനാൽ നഷ്ടപ്പെട്ട് അന്വേഷിച്ച് നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. സുഗ്രീവൻ ദശരഥപുത്രനുമായി സഖ്യം ചെയ്തിട്ടുണ്ട്. സുഗ്രീവനെ രാജ്യം വീണ്ടെടുത്തു കൊടുക്കുന്ന പക്ഷം ശ്രീരാമനെ സഹായിക്കാമെന്ന് സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചാരന്മാർ മുഖേന അങ്കദൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. വഴക്ക് മറന്ന് സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്യുക. ശ്രീരാമനെ സീതാദേവിയെ അന്വേഷിക്കുന്നതിനാവശ്യമായ സഹായം ചെയ്യുക. അങ്ങ് യുദ്ധത്തിനായി പോകരുത്. താരയുടെ ഉപദേശം ഇപ്രകാരമായിരുന്നു. താരയുടെ ഉപദേശം നിരസിച്ച് സുഗ്രീവനുമായി യുദ്ധത്തിനിറങ്ങിയ ബാലിക്ക് പിന്നീട് ശ്രീരാമന്റെ അസ്ത്രമേറ്റ് അന്ത്യം സംഭവിക്കുന്നു. നന്ദി.